ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന അകത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് വൈജയന്തി വിളിക്കുകയാണ്. നിൽക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ. അലീന ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും. എന്നിട്ട് എന്തേ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഈ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതേ മനുവല്ല, ഞാനാണ് എന്ന് പറയും കേട്ടോ. അലീന ഒന്നും മിണ്ടുന്നില്ല. അവൻ പറയുന്നത് പോലെയല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, നാളെ നേരെ വെളുക്കുമ്പോൾ തന്നെ നീ ഇവിടുന്ന് പൊക്കോളാം. ഇന്നിപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് ഞാൻ ഇറക്കി വിടുന്നില്ല. പിന്നെ നിനക്ക് തരാനായിട്ട് ഇപ്പോൾ ഇവിടുന്ന് പ്രത്യേകിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് കിട്ടാനുള്ളതും അതിൻ്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി നിൻ്റെ അക്കൗണ്ടിൽ ബാലേന്ദ്രൻ ഇട്ടിട്ടില്ലേ, അതൊക്കെ കൊണ്ട് പോയിക്കോളാം നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഈ കുടുംബം കലക്കിയതിൻ്റെ കൂലിയായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ആ പണം, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ആ പണം തന്നിട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന വൈജയന്തി വേണ്ട വേണ്ട, ആ തുക നീ തന്നെ എടുത്തോ, ഈ കുടുംബം കലക്കിയതിൻ്റെ കൂലിയായിട്ട് നീ എടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഈ കുടുംബം കലക്കിയത് ഞാനല്ല, പണ്ടേ തന്നെ ഈ കുടുംബം കലങ്ങിയിരിക്കുകയായിരുന്നു, പിന്നെ അത് കലക്കിയത് ഞാനല്ല നിങ്ങൾ തന്നെയാണ് എന്ന് പറയാം കേട്ടോ. ഇടി എന്ന് പറയാം കേട്ടോ. നീ വീട്ടുവേലക്കാരി ആവാൻ വന്ന നീ ഇവിടുത്തെ മുതലാളി ആവാനോ നോക്കിയാണ് കേട്ടോ. അപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് ഞാൻ ഈ വീട്ടിലെ വീട്ടുവേലക്കാരിയും അല്ല, ഞാൻ ഇവിടുത്തെ മുതലാളിയും അല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരിക കേട്ടോ തർക്കുത്തരം ഇങ്ങനെ കേൾക്കുമ്പോൾ. നീ ആരാണെന്ന് നിൻ്റെ വിചാരം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഞാൻ ആരാണെന്നും വിചാരിക്കുന്നില്ല. അപ്പോൾ വൈജയന്തി പറയുകയാണെ, നീ അധികം വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട, എനിക്കറിയാം നിൻ്റെ കള്ളത്തരമൊക്കെ, നീ ആരാണെന്ന് പഠിച്ച് കള്ളിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീന പറയാണ്, മേഡം ആരാണെന്നും എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുകയാണെ. അപ്പോൾ നിനക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? എല്ലാം അറിയാം എന്ന് പറയാം കേട്ടോ. എന്തെല്ലാം? സകലതും എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക നോട്ടം അലീന നോക്കുകയാണേ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നത്, എന്തൊട്ട് നീ ഉദ്ദേശിക്കുന്നത്? സകലതും അറിയാം, സകല കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ആകെ എന്തോ പോലെ തോന്നുന്നു. അപ്പോൾ വൈജയന്തി ഇങ്ങനെ പോകാനായിട്ട്, വൈജയന്തി അല്ല അലീന ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോൾ, നിൽക്കടി അവിടെ, നീ പറഞ്ഞിട്ട് പോയാൽ മതി, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഈ വീട്ടിൽ നീ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തന്നെയാണ് തുടങ്ങിയതാണ് ഈ പ്രശ്നം എന്നൊക്കെ പറയണേ. അപ്പോൾ അലീന പറയാണ്, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്, എന്നാലും ഞാൻ പറയാം. ഈ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നത് മുത്തശ്ശനാണ്. മുത്തശ്ശൻ എന്നെ കൊണ്ടുവന്നത് എൻ്റെ കുറ്റം. ഞാനായിട്ട് ഇങ്ങോട്ട് വലിയ കയറി വന്നതല്ലല്ലോ. മാന്യമായിട്ട് എന്നെ കൊണ്ടുവന്നത് അത് കുറ്റം. നിങ്ങളുടെ ആങ്ങളുടെ മോൻ ഒരു രാത്രിക്ക് വേണ്ടി കെഞ്ചി എൻ്റെ പിന്നിൽ കൂടെ നടന്നതും എൻ്റെ കുറ്റം. നിങ്ങളുടെ മകനും ആങ്ങളുടെ മകനും കൂടെ ചേർന്ന് എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചത് എൻ്റെ കുറ്റം. നിങ്ങളുടെ ഭർത്താവ് 2 ദിവസം അവിടെ ഇവിടെ നടന്ന് കള്ള് കുടിച്ച് നടന്ന് ഹാർട്ട് അറ്റാക്ക് വീണത് എൻ്റെ കുറ്റം. ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എൻ്റെ കുറ്റം. എല്ലാതും എൻ്റെ കുറ്റം അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ഒന്നും ഇടാതെ കേട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അലീന പറയും, ഇതൊന്നും വിളിച്ച് ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല, നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഈ വീട് തകരാനുള്ള കാരണം ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് നേരും നെറിയില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന അവിടെ നിന്ന് പോകുകയാണേ. അപ്പോൾ വൈജയന്തിക്ക് ആകെ ദേഷ്യം വന്നിട്ട് കാലിതുള്ളി നിൽക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശേരി അടുത്ത് രാത്രി വന്നിട്ട് അലീന ഫോൺ ചോദിക്കുന്നുണ്ട് കേട്ടോ, രേവതിക്കുട്ടിക്ക് ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രേവതിക്കുട്ടീനെ വിളിച്ചിട്ട്, മോളെ നീ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ബ്രഷ് ചെയ്യാൻ പോവുകയാണോ ചേച്ചി എന്ന് പറയും. എന്നാൽ പിന്നെ അത് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറയും. ഏയ് വേണ്ട വേണ്ട, ബ്രഷൊക്കെ പിന്നെ ചെയ്യാം ചേച്ചി പറയും, ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിരിക്കുകയായിരുന്നു എന്ന് പറയും. ആണോ, ഞാൻ വരുമ്പോഴത്തേന് ഈ സിനിമ ഒക്കെ കണ്ട് തീർക്കുമോ എന്ന് ചോദിക്കുകയാണ്. ചേച്ചിക്ക് വേണ്ടിയിട്ട് 3 സിനിമ ബാക്കി വെച്ചിട്ടുണ്ട്, ചേച്ചി ഒന്നും ഇങ്ങോട്ട് വന്നാൽ മതി, ഒരാഴ്ചക്കുള്ളിൽ വരണേ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അത് നടക്കുന്നു തോന്നുന്നില്ല, ബാലേന്ദ്ര സാർ എന്നെ ഇവിടുന്ന് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണേ. അപ്പോൾ മുത്തശ്ശി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താ എന്ന് ചോദിക്കുകയാണേ. ഇപ്പോൾ എന്നെ ഇവിടെ വേണ്ട സമയമാണെന്നാണ് സാറ് പറയുന്നത്. സാറും മേഡവും തമ്മിൽ വലിയ വഴക്കാണ്. മേഡത്തിൻ്റെ കണ്ണ് കാണുന്നത് പോലും സാറിന് ഇഷ്ടമല്ലാത്തൊരവസ്ഥയായി. സാറ് പറയുന്നത് കൂടെ നിൽക്കണമെന്ന് ആണ്. കൂടെ നിൽക്കണമെന്നോ? അതെന്തിന്? അതൊന്നും എനിക്കറിയില്ല, എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ സാറിൻ്റെ കൂടെ എന്നോട് നിൽക്കണം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ മുത്തശ്ശി ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മോളെ. ഇവിടെ നിന്ന് വരാനും ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല. സാറ് പോകണ്ടെന്ന് പറയുന്നു, മേഡം പോകാൻ പറയുന്നു, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ മറ്റേ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഒന്ന് സാറ് എന്ന് ചോദിക്കാൻ കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ മേഡത്തിനോട് 4 വർത്താനം പറയും. മേഡത്തിനോട് ചോദിക്കും, വൈ ജയന്തി ഇങ്ങനെയെന്ന് ചോദിക്കും, ഇംഗ്ലീഷിൽ എന്ന് ചോദിക്കും കേട്ടോ. രേവതിക്കുട്ടി ഇങ്ങനെ പറയുകയാണേ, മോളെ എനിക്കതൊന്നും പറ്റില്ല, എന്തായാലും എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ അതുകൊണ്ടാണ് മോളെ വിളിച്ച് പറഞ്ഞത്. എന്തായാലും എത്രമാത്രം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ
ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് മുത്തശ്ശിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ്. മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ അലീന രേവതിക്കുട്ടിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്തിനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വല്ലവരോട് വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. വല്ലവരോ? അവളെൻ്റെ അനിയത്തിയാണെന്ന് പറയട്ടോ രേവതിക്കുട്ടി. രക്തബന്ധമൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി. ഓ, രക്തബന്ധങ്ങൾ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ഞാൻ കാണുന്നതല്ലേ എന്ന് പറയും. അപ്പം മുത്തശ്ശി പറയാണ്, ഒരു കണക്കിന് വൈജയന്തി പറയണത് ശരിയാ, നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമാവാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ വന്നതിന് ശേഷമാണോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്? കഴക്കൂട്ടത്തുനിന്ന് ഞാൻ കുറേ പ്രശ്നങ്ങളും കൊണ്ട് വാരിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? പിന്നെ ഞാനിങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതല്ലല്ലോ, എന്നെ ഇങ്ങോട്ട് എത്തിച്ചതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. മുത്തശ്ശൻ അവിടെ വന്ന് കണ്ട് ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മനുവേട്ടനല്ലേ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. മോളെ, ഞാൻ നിന്നോട് തെറ്റായിട്ടല്ല പറഞ്ഞത്, പക്ഷേ ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയട്ടോ. മോളെന്നെ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറയട്ടോ. മുത്തശ്ശി പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അലീന ഒരു വിഷമത്തോട് കൂടിയിട്ട് പോവുകയാണ് കേട്ടോ എടുക്കാനായിട്ട്. അവനവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ കൃഷ്ണമോൾ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ, വിഷമിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഗംഗാധരനും മാലതിയും വരുമ്പോഴേക്കും കൃഷ്ണമോൾ ഓടി ചെല്ലും കേട്ടോ. എന്നിട്ട് രണ്ടുപേരോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയാം കേട്ടോ. എന്താ ടെൻഷനായിട്ടിരിക്കുന്ന പോലെ? ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടോ ഇവിടെ? ഇവിടെ ടെൻഷൻ തന്നെ എന്ന് പറയട്ടോ. എല്ലാവർക്കും ടെൻഷൻ തന്നെ എന്ന് പറയട്ടോ. അതിനുശേഷം മുത്തശ്ശിയുടെ റൂമിലേക്ക് ഗംഗാധരൻ ചെല്ലുകയാണ് കേട്ടോ. അപ്പം ആ കാണുമ്പോൾ തന്നെ അമ്മ എന്തോ ആലോചിച്ച് കിടക്കുകയാണല്ലോ എന്ന് നോക്കിയാണ്ടേ. എന്തെങ്കിലുമൊക്കെ ആലോചിക്കും, ഇങ്ങനെ കെടുക്കല്ലേ ഏത് നേരവും, എന്താ ഇപ്പം ഇത്ര ആലോചിക്കാനുള്ളത് എന്ന് പറയും. കുറേയൊക്കെ പഴയ കാര്യങ്ങൾ ആലോചിക്കും എന്ന് പറയട്ടോ. അപ്പോഴേക്കും ഗംഗാധരൻ അവിടെ ഒരു ചെയർ എടുത്തിട്ട് അവിടെ ഇരിക്കുകയാണേ. എന്നിട്ട് പറയും, എന്ത് പഴയ കാര്യങ്ങൾ? കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടും. 3 മക്കളുണ്ടായി, എൻ്റെ 3 ആൺമക്കളും ഏതോ ദൂരത്ത് കിടക്കുകയാണ്. ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത്. ഇതാണോ എൻ്റെ വീട്? എൻ്റെ 3 ആൺമക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 3 ആളും 3 ദിക്കിലാണ്. കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കും. അവസാനം വൈദ്യരുടെ അടുത്തേക്ക് വരേണ്ടി വന്നില്ലേ? അമ്മയ്ക്ക് കൊല്ലപ്പള്ളിയിലേക്ക് പോയിക്കൂടെ? ഓ, ചെന്നാലും മതി, ഭൂതന ഓടിക്കും എന്ന് പറയാനേ. കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് കിടക്കും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എനിക്ക് സന്തോഷം തന്നെയാണ്. സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഭക്ഷണം കിട്ടുന്നുണ്ട്, വസ്ത്രം കിട്ടുന്നുണ്ട്, നോക്കാൻ ആളുണ്ട്, പിന്നെന്താ. പക്ഷെ ഒന്നുമില്ല, കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ എനിക്കത് മറുപടി ഒന്നുമില്ല. എന്തിനാണ് ഞാൻ കരയുന്നതെന്ന്, സങ്കടമാണ് എന്നൊക്കെ പറയട്ടോ. അപ്പം അമ്മേരെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഗംഗാധരന് വല്ലാത്ത വിഷമാവാണ് കേട്ടോ. അമ്മ അങ്ങനെ സങ്കടപ്പെടില്ലേ അമ്മേ എന്നൊക്കെ ഗംഗാധരൻ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ വൈദ്യനോട് കാര്യമായിട്ട് ആ പെൺകുട്ടിയുടെ കാര്യം ഒന്ന് പറയണം. നല്ല കുട്ടിയാണ് മോളെ, അത് 10 ഹോം നേഴ്സ് വന്നാൽ പോലും അവളുടെ അടുത്ത് എത്തൂല. വൈദ്യനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. അമ്മേ, ഞങ്ങൾ അതിനും കൂടെ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ മാലതി ചോദിക്കുകയാണ്, അമ്മ അലീന എന്നുള്ള പേര് മുമ്പ് കേട്ടിട്ടുണ്ടോന്നോ? ഇല്ല, എന്തേ ചോദിക്കുകയാണ്. അച്ഛനെങ്ങാനും പണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അലീന എന്നുള്ള പേരിനെ കുറിച്ച്? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. അവൾ അമ്മരെ മൂട് മാറ്റാൻ വേണ്ടി പറഞ്ഞതാന്ന് പറയട്ടോ. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളെ ഇന്ന് പോകാൻ പോകാണെന്ന് പറയട്ടോ. ഇന്നോ? വീട് പൂട്ടിയിട്ടല്ലേ പോകുന്നത്, നാളെ പോകാടാ അമ്മച്ചി. അപ്പോൾ ഗംഗാധരൻ ചിരിക്കുകയാണ്. അമ്മ പറഞ്ഞില്ലേ അമ്മരെ മക്കളൊക്കെ ദൂരെയാണെന്ന്, അതുപോലെയാണ് എനിക്കുണ്ട് 2 മക്കൾ. ഒരാൾ വിദേശത്താണ്, മോളാണെങ്കിൽ ഡൽഹിയിലാണ്. ഞങ്ങളും അമ്മയെ പോലെ തന്നെയാണ്, ഒറ്റപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് അമ്മേ. ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെ അവസ്ഥ എന്നൊക്കെ പറയാണ്. കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഇങ്ങനെ വിഷമാവാണ് കേട്ടോ. മുത്തശ്ശിനോട് പറയുന്നുണ്ട്, സാറില്ല അമ്മ വിഷമിക്കേണ്ട, ബാലേന്ദ്രനെ കണ്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈദ്യനോട് ഞങ്ങൾ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം, ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ അവിടെ നിന്ന് പോവുകയാണേ. പിന്നെ കാണിക്കുന്നത് അലീന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വയ്ക്കുന്ന സമയത്ത് ഗംഗാധരനും മാലതിയും വരികയാണ്. 2 പേരോട് അലീന ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വയ്ക്കുന്ന തിരക്കിലാണോ എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്കട്ടെ, കഴിക്കാം എന്നാലും പറയട്ടെ. ഞങ്ങളൊന്ന് പോവുകയാണ്, യാത്ര പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് എന്ന് പറയും. അപ്പോൾ അതേന്ന് പറയുന്നത് അലീന ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിട്ടോ. ബാലേന്ദ്രൻ്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് ആള്? എപ്പോഴും ദേഷ്യം തന്നെയാണ്, ചില സമയത്ത് നല്ല സന്തോഷത്തിലിരിക്കുന്നതൊക്കെ കാണാം. അപ്പം നമ്മളോട് നല്ല സ്നേഹത്തിൽ പെരുമാറും. അപ്പോൾ വൈജിയോ? മേഡ അതുപോലെ തന്നെ. ഇപ്പോൾ ബെഡ്റൂം മാറ്റിയോട് കൂടിയിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുക, പൊട്ടിത്തെറിക്കണം എന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ അരച്ച് കലക്കി അടിച്ചൊതുക്കി കിണറ്റിലിടാനുള്ള ദേഷ്യമുണ്ട്, പക്ഷെ അത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ.
അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അലീനയുടെ അഭിപ്രായം എന്താണ്? ബാലേന്ദ്രൻ ചെയ്ത് ശരിയാണോ? ബെഡ്റൂം സാറ് മാറിയത് ശരിയൊന്നുമല്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഈ വീടിൽ ഇങ്ങനത്തെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത് മേഡം ചെയ്യുന്നത് തെറ്റാണ്. ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ, ഇത് ശരിയാവാം തെറ്റാവാം, എനിക്ക് അത്രയ്ക്ക് അറിവൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വൈജയന്തിയുടെ കാര്യത്തിൽ പിന്നെയും ചോദിക്കാൻ കേട്ടോ, അലിനയോട് വൈജയന്തി എങ്ങനെയാണ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നോട് ദേഷ്യം തന്നെയാണ്, പൊക്കോളോ തന്നെയാണ് എന്നോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. മേഡത്തിന് ഇഷ്ടമില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എനിക്കറിയില്ല. ഈ ഒരു അവസ്ഥയിൽ മോൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാലതി ചോദിക്കുകയാണ്. അപ്പോൾ അറിയില്ല എന്ന് പറയും. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, സാറില്ല, വിഷമിക്കണ്ട, ഞങ്ങൾ വൈജയന്തിനോടും ബാലേന്ദ്രനോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം എന്നൊക്കെ പറയും. പിന്നെ അലീന അകത്തേക്ക് പോവുകയാണേ. അപ്പോഴേക്കും വൈജയന്തി വരികയാണ് കേട്ടോ. അപ്പോൾ ആഹാ, ഗംഗേട്ടനും ആദ്യടുത്ത് വന്നിട്ടുണ്ടോ? എപ്പോൾ വന്നു ചോദിക്കും. ഞാൻ ഒരു അരമണിക്കൂറായി വന്നിട്ട്, കൃഷ്ണമോള് പറഞ്ഞു നീ കുളിക്കുകയാണെന്ന്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ബാലേന്ദ്രൻ എന്നെ ഡിവോഴ്സ് ചെയ്തു എന്ന് പറയട്ടോ. എന്തൊക്കെയാ വൈജയന്തി നീ പറയുന്നത്? ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും നീ വെറുതെ പറയാൻ നിൽക്കണ്ട. അപ്പോൾ വൈജയന്തി പറയും, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ബാലേന്ദ്രൻ മുകളിലേക്ക് മുറി മാറിയത് അറിഞ്ഞില്ലേ? അത് അയാൾക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് അയാൾ മാറിയതായിരിക്കും. കുറച്ച് ദിവസത്തേക്കൊന്നല്ല, മാറിയത് തന്നെയാണ്. ഒരു ഇലക്ട്രീഷ്യനെ വെച്ച് വന്ന് വിളിച്ചിട്ട് ഇന്നലെ ഒരു ബെല്ല് വെപ്പിച്ചിട്ടുണ്ട് ഇവിടെ. 1 മണിക്കൂറിൽ കൂടുതൽ അവളെ കാണാതിരിക്കാൻ പറ്റൂല ബാലേന്ദ്രന്. എപ്പോഴെപ്പോഴും ബെല്ലടിക്കും, അവൾ ഓടിപ്പോകും. ബെല്ല് കേൾക്കുമ്പോഴത്തേനും അവൾ ഓടി അങ്ങോട്ട് കയറും. അങ്ങനത്തെ ഒരു ബന്ധമായി മാറി അവർ തമ്മിലെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാലതിക്ക് അത് ഇഷ്ടപ്പെടില്ല കേട്ടോ. മാലതി വന്നിട്ട് പറയും, വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ ഇങ്ങനത്തെ രീതിയിലേക്ക് വളച്ചൊടിക്കരുത് വൈജയന്തി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വളച്ചൊടിക്കുന്നതല്ല, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. ഏത് നേരം നോക്കിയാലും അവളെ കണ്ടുകൊണ്ടിരിക്കണം ബാലേന്ദ്രനെ. അതല്ലേ ആ ബെല്ല് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗംഗാധരൻ പറയുന്നു, ആ ബെല്ല് വെച്ചത് ഒരു കണക്കിന് സൗകര്യമായില്ലേ? ആർക്ക് സൗകര്യം? എനിക്കത് സൗകര്യമായിട്ടില്ല തോന്നിയസായിട്ടാണ് തോന്നുന്നത്. അവളെ മൂക്കടിച്ച് പൊട്ടിച്ച് ഞാനിവിടെ നിന്ന് അവളെ ഊട്ടിക്കും, ഞാനിവിടെ പറപ്പിക്കും, ഞാനിവളെ ഇവിടെ നിന്നൊക്കെ നമ്മളെ വൈജയന്തി ഗംഗാധരനോട് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.